അപ്പോൾ ഗായ്സ്, നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആറ്റുനോറ്റ് വാങ്ങിയ ഒരു ഫോൺ. ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് ഒരാൾക്ക് അറിയാം, പക്ഷെ ഒരാൾക്ക് അറിയില്ല. ഒരാൾക്ക് സർപ്രൈസ് ആയിരിക്കും. നോക്കാം നമുക്ക് എന്തായാലും. നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. നന്നായി റാപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പാക്കിംഗ് എല്ലാം നല്ല സൂപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. ഓർഡർ ചെയ്തിട്ടിപ്പോൾ 4 days ആയി. എന്നോട് ഡെലിവറി നാളെ ആയിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷെ സാധനം ഇന്ന് തന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, എന്നാൽ നമുക്ക് സാധനം എടുക്കാം കേട്ടോ. നല്ല ഹീറ്റായിട്ടുണ്ട് ഫോണ്. അവർ ഡെലിവറി വണ്ടിയിൽ കൊണ്ടുവന്നാണ് തോന്നുന്നു. ഇവിടെ ക്യാമറയിൽ തലകുത്തലായിരിക്കും. ഏതാണ് സാധനം? വിവോ X200 Pro. ഇതിൻ്റെ സീലുണ്ട്, നമുക്ക് സീൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ബോക്സ്. നല്ല പാക്കിംഗ് ആണ്. ഇവിടെ ബാക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, EMI നമ്പർ എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ 2 സൈഡിലും ഒരു സീലുണ്ട്. സീല് ബ്രോക്കൺ ഒന്നല്ല, നമ്മളാണ് ഫസ്റ്റ് ടൈം ബ്രോക്ക് ചെയ്യണത്. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവേ. ഞാനിപ്പോൾ ഷോപ്പിലാണുള്ളത്. ഷോപ്പിൽ നിന്നാണ് അൺബോക്സിങ് ചെയ്യണേ. കസ്റ്റമർ വന്നാൽ അൺബോക്സിങ് പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇച്ചിരി ടൈറ്റാണ് പെട്ടി. ഇങ്ങനെയാണ് പാക്കിങ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഫോണാണ്. ഇതാണ് ഫോണ് നമുക്ക് മാറ്റി വെക്കാം. ഇനി കേസിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ IMEI നമ്പർ എല്ലാം ഉണ്ട്. പിന്നെ അതിന് താഴെ ഒരു ബോക്സ്, ഇതിനകത്ത് പിന്നുണ്ട് നമ്മുടെ സെമി ഇജക്ടർ. പിന്നെ ഇവിടെ ഇതിൽ ചാർജറാണെന്ന് തോന്നുന്നത്. ഇപ്പോഴത്തെ ഫോണൊന്നും ചാർജർ കൊടുക്കാറില്ല, പക്ഷെ വിവോ ഇതിൻ്റെ കൂടെ ചാർജർ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കേബിള്. പിന്നെ നല്ലൊരു 90 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് അഡാപ്റ്ററും ഉണ്ട് ഇതിൻ്റെ കൂടെ. ഗുഡ്. ഇത് അതേപോലെ വെക്കാം. ഇനി ഇതിനകത്ത് സിം ഇജക്ടർ, ഇവിടെ ഫോണിൻ്റെ ഒരു കേസുണ്ട്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കേസാണ്. അതിന് കൂടെ തന്നെ കുറച്ച് അവരെ യൂസർ മാനുവൽ. പിന്നെ ഇതെന്തോ ഒരു X200 ഒരു ജസ്റ്റ് ഒരു കാർഡ് അവർ. ഇതാണ് കേസ്. നല്ല ക്വാളിറ്റി ഉള്ള കേസാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഫോണ്, ബ്യൂട്ടിഫുൾ, കൊള്ളാം. ഫോണ് നമുക്ക് ഓപ്പൺ ചെയ്യാതെ. ഇതാണ് ഫോണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ക്യാമറ കാണാൻ നല്ല മാറ്റ് ഫിനിഷ്. ഒരു എന്തോ
എന്തോ കോട്ടഡ് ആണെന്നൊക്കെ പറഞ്ഞു. എന്ത് കോട്ടഡാണ്, എന്തോ ഫിലിം കോട്ടഡ്, ഇതിൻ്റെ ചുറ്റുള്ളത് ഫിലിം കോട്ടഡാണ്. നമുക്ക് പോയിച്ച് ചുമ്മാ ഇടാം. പിന്നെ മേലെ സ്ക്രീൻ ഗാർഡ് ഒരു പ്രൊട്ടക്ടർ ഉണ്ട്. ഇപ്പോൾ ഒരു ഫിലിം പ്രൊട്ടക്ടർ ഉണ്ട്, അത് റിമൂവ് ചെയ്യേണ്ട. കാരണം ഇതിന് കിട്ടുമെന്ന് അറിഞ്ഞൂടെ ഇവിടെ, അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്യണില്ല. ഇനി നമുക്കൊന്ന് ബൂട്ടിങ് ചെയ്ത് നോക്കാം. ബിസ്മില്ല. ഓപ്പൺ ആയി. വിവോ പവേർഡ് ബൈ ആൻഡ്രോയിഡ്. ഓപ്പൺ ആവട്ടെ. ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്, ഓപ്പൺ ആയിട്ടുണ്ട്. ഹലോ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. സ്റ്റാർട്ട് ഇന്ത്യ, സെറ്റ് യുവർ ലൊക്കേഷൻ, സെലക്ട് യുവർ ലൊക്കേഷൻ. നോ ഇന്ത്യയിലല്ലോ നമ്മളപ്പോൾ, അതുകൊണ്ട് ഒമാൻ സെലക്ട് ചെയ്യണം. ഞാനിത് സെറ്റപ്പ് ചെയ്തിട്ട് ബാക്കി. നമ്മുടെ ഫോണ് റീബൂട്ട് ആയിട്ടുണ്ട്. ഇതാണ് OS. കുഴപ്പമില്ല. ഇപ്പം ഇതിൽ ഒറ്റ ആപ്പും ഇല്ല. നമുക്ക് പതിയെ ഇൻസ്റ്റാൾ ചെയ്യാം. ഫണ്ട് ചോയ്സാണ് വരുന്നത്. റിയൽമിയുടെ ഒക്കെ പോലെ, റിയൽമി, ഒപ്പോ എല്ലാം പോലെയുള്ള ഒരു OS ആണിത്. പക്ഷെ കുഴപ്പമില്ല, നല്ല ഫാസ്റ്റാണ് ഫോണ്. എന്തായാലും ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. താങ്ക് യു റാഷി.